നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് മാളവിക വരുവാണ്. അപ്പം മാളവികയെ എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് വിട്ടത് ആദർശം നയനയുമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാളവിക അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് മാറുവാണ്. കാരണം ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് മാളവിക വരച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം നയനയുടെ ഓരോ തന്ത്രങ്ങളായിരുന്നു. അവർ പറയുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തോണ്ടിരുന്ന നയനയാണ്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ജ്വല്ലറിയിലെ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ മാളവിക അവർക്കെല്ലാം പെട്ടെന്ന് തന്നെ പ്രിയങ്കരിയായിട്ട് മാറുവാണ്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ജ്വല്ലറി അധികം വൈകാതെ തന്നെ കേരളത്തിൽ നിന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളും മെയിനായിട്ട് മാറും എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഒരു ആത്മവിശ്വാസമൊക്കെ കൂടി നാഗേന്ദ്രൻ്റെയൊക്കെ. പക്ഷേ എങ്കിൽ ആ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാളവികയ്ക്ക് ഒരു കാര്യം മനസ്സിലായായിരുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഈ ഡേവിഡ് മാത്രമല്ല, വേറെ ആരൊക്കെ ഉണ്ടത്. കാരണം ഈ കമ്പനിയെ നിയന്ത്രിക്കുന്ന ഡേവിഡ് അല്ല എന്നുള്ളൊരു സത്യം മാളവിക മനസ്സിലാക്കി. പിന്നീട് ആ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മാളവിക പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫിനെയൊക്കെ മാളവിക സ്വാധീനിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ട്. കാരണം അവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എങ്കിലും ഈ പറയുന്ന ഡേവിഡിനേക്കാൾ ഉപരി വേറെ ആർക്കും അവിടെ സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മാളവിക ആദർശനെ നയനയും പിന്നീട് കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കണ്ട് അവരുടെ ഓരോ നീക്കങ്ങൾ അപ്പോഴപ്പം തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നന്ദുവിന് ജീനയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുവാണ്. അപ്പം ജീനയുടെ സ്വദേശം ചെങ്ങന്നൂരാന്നുള്ള കാര്യം അറിയായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ജീന എവിടെയുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ നന്ദുവിന് കിട്ടുന്നത്. പിന്നെ ഒട്ടും മടിച്ചില്ല നന്ദു. ജീനയെ അന്വേഷിച്ച് പുറപ്പെടുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ജീന അവിടെ ഉണ്ടായിരുന്നു. ജീനേനെ പിടികൂടാനായിട്ട് പറ്റി. പക്ഷേ എങ്കിൽ ജീനയുടെ പിടികൂടി ചോദ്യം ചെയ്ത സമയത്താണ് നന്ദു ആ സത്യം അറിയുന്നത്. കാരണം ജീനയ്ക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ജീനയ്ക്ക് പണം കൊടുത്തതും കാര്യങ്ങളെല്ലാം ജ്വല്ലറിയുടെ ഡേവിഡാണ്, MD ആണ്. അയാളല്ലാതെ വേറെ ആരെക്കുറിച്ചും ജീനയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നീക്കിയെന്ന് പറയണം. അത് കേട്ടിപ്പോ നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നന്ദു പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷേങ്കിൽ ഈ ഡേവിഡിന് അപ്പുറത്തേക്ക് വേറെ ആരെക്കുറിച്ചാലും എന്തെങ്കിലും വിവരം കിട്ടും എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് അവളെ ചോദ്യം ചെയ്യാനായിട്ട് പോയത്. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ദുബായിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയുവാണ്. കാരണം ദുബായിൽ എന്ത് ചതിയ ചെയ്തതെന്നുള്ള കാര്യം മൂർത്തി ജ്വല്ലറി തകരാനായിട്ട്. അപ്പൊ അതിനകത്ത് ജീന ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ജീനയെ നല്ലവണ്ണം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജീന കുറെ കാര്യങ്ങൾ ഡേവിഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് മനസ്സിലായി ഈ പറയുന്ന ഡേവിഡിന് ഈ ജ്വല്ലറിയുമായിട്ട് അധിക ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലായി. അങ്ങനെ നന്ദു പിന്നീട് ആദർശിനെ നയനയും കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ അധികം വൈകാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നയനയ്ക്കും ആദർശനുണ്ടായിരുന്നേ. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശന്റെ പിറന്നാളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ആദർശനും നല്ല സങ്കടമായിരുന്നു. പക്ഷേ എങ്കിൽ അവരങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അന്ന് രാവിലെ മുത്തശ്ശിന് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ അവർ ക്ഷേത്രത്തിൽ പോയി നടത്തുന്നുണ്ട്. അങ്ങനെ വഴിപാടുകളൊക്കെ നടത്തി തിരികെ ഇറങ്ങുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശിക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. മുത്തശ്ശനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അത് പുറമേ ഒന്നും പ്രകടിപ്പിച്ചില്ല. വീട്ടിൽ അങ്ങനെ കാര്യമായിട്ട് സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞാലും ജലജ പറഞ്ഞു, നമുക്ക് ആഘോഷിക്കണം, അച്ഛന്റെ പിറന്നാളല്ലേ, ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. കാരണം ആദർശ് നയനി അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ആഘോഷിക്കാൻ തന്നെ ജലജ തീരുമാനിച്ചു. ജലജ പറഞ്ഞു അങ്ങനെ ആഘോഷിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. പക്ഷേ ഈ മുത്തശ്ശനും മുത്തശ്ശിക്കോ വിഷമായിരുന്നു. ആദർശ് നയനിക്ക് ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ദേവേനി അങ്ങനെ വിട്ടുകൊടുത്തില്ല. മുത്തശ്ശന്റെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് അവിടെ ഉണ്ടാക്കിയ സദ്യയും കാര്യങ്ങളൊക്കെ ആദർശനും നയനിക്കും ദേവേനി കൊണ്ടേ കൊടുക്കുകയാണ്. നയനിക്ക് അറിയായിരുന്നു എന്താണെങ്കിലും അമ്മ അതൊക്കെ ആയിട്ട് വരുമെന്നുള്ള കാര്യം. കാരണം തങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ലെന്ന് മാത്രമുള്ള ആ സമയത്ത്. കാരണം തങ്ങൾ അവിടെ മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു. മുത്തശ്ശന് അന്നത്തെ ദിവസം ഭയങ്കര വിഷമായിരുന്നു. മുത്തശ്ശി സദ്യ കഴിക്കാൻ പോലും കൂട്ടാക്കില്ല. വല്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുമായിരുന്നു. മുത്തശ്ശി പിന്നീട് വന്ന് സമാധാനിപ്പിച്ചു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട, അടുത്ത പിറന്നാൾ നമുക്ക് അതിഗംഭീരമായിട്ട് നടത്താം. മുത്തശ്ശിന് അത് ഒരാത്മവിശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത പിറന്നാളിൽ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അതിഗംഭീരമായിട്ട് തന്നെ ഒരു സദ്യയൊക്കെ വെച്ച് നടത്താന്നുള്ളത്. അങ്ങനെ
അന്നത്തെ ദിവസം കൂടെ അങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇതേ സമയത്ത് കിരണിന്റെ കൂട്ടുകാരൻ ഡേവിന്റെ ഫോണും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പരും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് പോകുന്ന കോൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ അവന് കിട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കോള് പോയിരിക്കുന്ന നാഗേന്ദ്രന്റെ നമ്പറിലേക്കാന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അയാൾ ആരാ എന്താണെന്നും അറിയത്തില്ലോ. നാഗേന്ദ്രന്റെ പേരിലല്ലായിരുന്നു ആ സിമ്മും കാര്യങ്ങളൊക്കെ, വേറെ പേരിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ആദർശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ ഉടമ ആരാന്ന് കണ്ടെത്തണം. കാരണം ഒരുപക്ഷെ ഇത് അയാളുടെ പേരിൽ തന്നെയാണ് എടുത്തിരിക്കുന്ന സിമ്മാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ വേറെ ആളുടെ പേരിൽ എടുത്താണോന്നും അറിയത്തില്ല. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് നാഗേന്ദ്രന്റെ പേരിലുള്ള സിം ആയിരുന്നില്ല, വേറൊരാളുടെ പേരിലുള്ളതായിരുന്നു. അതുകൊണ്ട് ആദർശിന് എനിക്ക് അറിയില്ല. അയാളെക്കുറിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ഈ ജ്വല്ലറിയുമായിട്ടോ ഇതുകൊണ്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ അതല്ല, ഫേക്കായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ പക്ഷെ ഈ നമ്പർ ഉപയോഗിക്കുന്ന ആരാ, എന്താ, ഏതാ, അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഏറ്റവും കൂടുതൽ കോള് പോയിരിക്കുന്ന ആ നമ്പറിലേക്കാന്ന് മനസ്സിലായി. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിലത്തെ മെയിൻ ശത്രു അയാളായിരിക്കും എല്ലാ കളികളും കളിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ സമയം അവന്തിക്ക് വേണ്ടി വിവാഹാലോചനയായിട്ട് നവീന്റെ മുത്തശ്ശനും അമ്മയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നവീൻ എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജലജ അബിയോട് പറഞ്ഞു, എടാ അബി, അവന്തേക്ക് കിട്ടാൻ പറ്റുന്നതിന് വെച്ചാൽ ഏറ്റവും ഒരു നല്ല ബന്ധമാണ് ഈ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടക്കുവാണെങ്കിൽ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്തേക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിൽ വന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുത്തച്ഛനോട് ജാതകവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തച്ഛന് താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നവീന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നവീൻ ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ജാതകമൊക്കെ നോക്കി എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നവീനോട് പറഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു പത്മത്തിനും അതുപോലെ തന്നെ നരസിംഹ വക്കീലിനും ഒക്കെ ഉണ്ടായിരുന്നേ. മുത്തശ്ശന് താല്പര്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ജാതകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും നോക്കിക്കഴിഞ്ഞപ്പോൾ ജാതകമൊക്കെ ചേരും. അപ്പം ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നീടാണ് നവീനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. നവീൻ എതിർപ്പായിരുന്നു. എനിക്ക് അവന്റെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പത്മ എതിർക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഏത് പെണ്ണാണെങ്കിലും അത് നടക്കില്ല, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് നല്ലത്. എന്താണെങ്കിലും അധികം വൈകാതെ നിന്റെ അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിയുമ്പം ഈ കല്യാണം നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു നവീന്. പക്ഷെ എനിക്ക് ആ കാര്യം ഓർമ്മ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നവീന്റെ കല്യാണം നടക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നന്ദുവിന്റെ പിന്നാലെ അവൻ നടന്ന് ശല്യപ്പെടുത്തില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അനിയുടെ മനസ്സിലുണ്ടായിരുന്നേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നയനയും കൊണ്ട് ചെക്കപ്പിന് പോകാനുള്ള ദിവസം എത്തി. അങ്ങനെ ആദർശ് നയനയും കൂടെ ചെക്കപ്പിന് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോഴേക്കും ദേവേനി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശ് നീ വേണ്ടമ്മേ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധന കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരികെ പോരുവാണ്. അങ്ങനെ തിരികെ പോരുന്ന സമയത്ത് ആദർശ് ഒരു കാര്യം ചെയ്യാം, ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു കടയിലേക്ക് കയറുവാണ്. അങ്ങനെ കയറുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവന്തിക അവിടെ ഇരിക്കുന്നുണ്ട്. അവന്തിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പക്ഷെ അത് ആരാ എന്താ ഏതാണെന്നും മനസ്സിലായില്ല. അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദർശ് നയനെ. അതാരാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ അവൾ ഇത്ര അടുത്ത ഇടപെടണമെങ്കിൽ അത് അത്ര അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ എന്നൊരു ചിന്ത നയനയ്ക്കും ആദർശിനും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന അവന്തിക്കയുടെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ ആദർശിനൊക്കെ ഒരുമാതിരി അറിയാവുന്നതാണ്. അത് മാത്രമല്ല ബന്ധുക്കാരും അല്ല താനും. ഇപ്പൊ അത്രയും പ്രായമുള്ള ഒരാള് ഒരിക്കലും ഒരു ഫ്രണ്ട് ആവാനായിട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കളിക്കൂട്ടുകാരോ അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. പക്ഷേങ്കിൽ അവർ തമ്മിലുള്ള ആ സംസാരവും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശിനും എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അവർ കുറെ സമയം കഴിഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. ആദർശിനെ നയനയോട്ട് അവന്തിക്കോ നാഗേന്ദ്രനെ കണ്ടതുമില്ല. അത് നാഗേന്ദ്രനാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് നയനയോട് പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് നയനെ, അവന്തികയുടെ കൂടെ ആരെയാ കണ്ടേന്ന്. ഒരു കാര്യം ചെയ്യാം, അനിയോട് പറയാം അവന്തികനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അല്ല അവളങ്ങനെ നമ്മളെ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കുമോ? പറയാൻ പറ്റില്ല. കാരണം അവന്തിക അയർലൻഡിന് പോകുന്നതിന് മുമ്പ് അവൾക്ക് വേറൊരു സ്വഭാവമായിരുന്നു. പക്ഷെ പോയി വന്നതിന് ശേഷം പെട്ടെന്ന് അവൾക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിലും നമ്മുടെ വീട്ടിലെ ശത്രുക്കളുടെ എണ്ണം കൂടുവാണെന്ന് നമുക്കറിയില്ലോ. അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ, അപ്പച്ചിയുടെ അബിയുടെയൊക്കെ സ്വഭാവം അറിയാം. നമ്മുടെ മുന്നിൽ മാത്രമാണോ അവന്തിക നമ്മളോടൊക്കെ സ്നേഹം കാണിക്കുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നയന പറഞ്ഞു അത് ശരിയാന്ന് പറയാണ്. പിന്നീട് അനിയെ വിളിച്ച് അനിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എന്താ വേണ്ടത്,
പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, ആ കാര്യമെന്ന് ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ അവളെ വാച്ച് ചെയ്തോളാന്ന് പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് മാളവികയുടെ മേലെ നല്ല വിശ്വാസമായിരുന്നു നാഗേന്ദ്രനൊക്കെ. കാരണം ഇപ്പൊ അവൾ ഏത് ഡിസൈൻ വരച്ചാലും അതെല്ലാം നല്ല പെർഫെക്ഷൻ ആവുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഡിസൈനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ചിലവാകുന്നുണ്ട്. നല്ല സെയിലും കാര്യങ്ങളൊക്കെയാണ് മാളവികയുടെ ഡിസൈനിങ് കാര്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ നയന വരച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പം മാളവികയുടെ ഡിസൈനിങ് ഒക്കെ ആൾക്കാർ വന്ന് ചോദിച്ച് വാങ്ങാനായിട്ട് തുടങ്ങി. അതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. നന്നായിട്ട് വിശ്വസിക്കാനും തുടങ്ങി. അങ്ങനെ വലിയൊരു ഡീല് വരുവാണ്. അങ്ങനെ ഡീല് വരണ സമയത്ത് മാളവികയോട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ ഡീലിന് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈനിങ് ഒക്കെ വരയ്ക്കണം പുതിയതായിട്ട്. അപ്പം വലിയൊരു പ്രോജക്റ്റാണ്, വലിയൊരു കമ്പനിയുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് കോടികളുടെ ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഇതങ്ങനെ നയനെ അറിയുവാണ്. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വരച്ചു കൊടുക്കാന്ന് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ മാളവിക വരച്ചു കൊടുക്കാനൊക്കെ പറയണം. അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്. കാരണം കൃത്യസമയത്ത് തന്നെ മാളവിക ചെല്ലാതിരുന്നാൽ മതിയല്ലോ, മാളവിക ഡിസൈൻ വരച്ചു കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ അത്ര ഭംഗിയല്ലാത്ത രീതിയിൽ വരയ്ക്കണം. അതാണ് കാരണം. ഒരു കാരണവശാലും അവർക്ക് ഈ ഡീല് കിട്ടാൻ പാടില്ല. അവർക്ക് തകർച്ചയുടെ തുടക്കമായിരിക്കണം ഇത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നോടം വരെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡിസൈൻ വരച്ച് കൊടുക്കേണ്ട ദിവസം മാളവിക എന്ത് ചെയ്തു? മാളവിക ഡിസൈൻ വരച്ച് കൊടുത്തില്ല. അങ്ങനെ എന്താണെങ്കിലും ആ വലിയ പ്രോജക്റ്റ് അവർക്ക് നഷ്ടമാകുന്നുണ്ട്. വലിയൊരു ഭീമമായ തുകയാണ് നഷ്ടം വരുന്നത്. അങ്ങനെ ഒടുവിൽ ആദർശ് നയനെ വീണ്ടും പണി കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി അധികം വൈകാതെ നാഗേന്ദ്രനാണ് ഇതിന്റെ പിന്നിലുള്ള ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പോവാണ്. അപ്പം ആ നമ്പരൻ അന്വേഷിച്ച് അതിന്റെ യഥാർത്ഥ ഉടമയെ ആദർശ് നയനെയൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതുമാത്രമല്ല, അവന്തികയും നാഗേന്ദ്രനും നമ്മളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ ആദർശ നയനെയൊക്കെ അറിയുന്നുണ്ട്. അച്ഛനും മോളുമാണ് അവരെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ വരുന്ന ദിവസങ്ങൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.